Assalamu alaikum. Hi my dear butterflies. How are you all? I hope you people are doing fine and safe at home, and it's me, your Farida ma'am, your English teacher. So welcome back to my English class. As usual today also we can start the class with dua for knowledge. So all of you please get ready. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. So now let's go for lesson 5. നമുക്കറിയാം alhamdulillah exam എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ lesson 5 start ചെയ്തു, and that also we have started through WhatsApp. വാട്സാപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ത്രൂ വോയിസ് ക്ലിപ്പ് അല്ലേ. വോയിസ് ക്ലിപ്പ് വഴി നമ്മൾ ആ ലെസൺ ഒന്ന് തുടങ്ങി വെച്ചു. ആൻഡ് ദാറ്റ് ലെസൺ റിഗാർഡിങ് വാട്ട്, എന്ത് ടോപ്പിക്കാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്? ആമസോൺ അല്ലേ. ആമസോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആമസോണിലെ ഒരു സുലൈമാൻ സെയ്ദ്, ആ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ബ്രദേഴ്സ്, രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിലൊരാൾ എവിടെ പോകുന്നു? ആമസോണിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയറൻസിനായിട്ട് സഹോദരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സഹോദരന് വേണ്ടിയിട്ട് ക്ലിയറൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്നു സെയ്ദ്. ആരാണ് പോകുന്നത്? സെയ്ദാണ് യാത്ര പോകുന്നത്. ആൻഡ് ഹൂ ഈസ് ആസ്കിംഗ് ഡൗട്ട്? സുലൈമാൻ ഈസ് ആസ്കിംഗ് doubt. Okay, all of you, so please take your textbook, take page number 52. Take page number 52. Okay, അപ്പോൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എന്താണ്? സെയ്ദ് പറയാണ്, സുലൈമാൻ പറയുന്നു, പ്ലീസ് ടെൽ മീ a little more about the Amazon and I'll leave you alone. നീ കുറച്ച് കാര്യങ്ങളും കൂടി ആമസോണിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുലൈമാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും സെയ്ദ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ. Zaid opens a few websites on his computer. So if we search on the computer, we can see the entire world, isn't it? നമുക്ക് ഈ ലോകം മുഴുവനും കാണാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത വിവരങ്ങളൊന്നും തന്നെ ഇല്ല. Zaid points to the pictures on his computer screen. Okay, അപ്പോൾ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള പിക്ചേഴ്സ് എല്ലാം ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്താണ് സെയ്ദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Here is the biggest tree in the Amazon rainforest. It's called the Kapok tree. This is the water lily of the Amazon. It has very large leaves that lie flat on the water. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കപ്പോക് ട്രീയെ കുറിച്ച് പഠിക്കാം. എന്താണ് കപ്പോക് ട്രീ? It is the biggest tree in the Amazon rainforest. Okay, so this is the biggest tree in the Amazon rainforest. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? Look at here. കപ്പോക് tree. What is this? കപ്പോക് tree. നോക്ക്, ഇത് എത്രത്തോളം വലുതാണെന്ന് അല്ലേ? It's too high. It's too high. Yeah, it's reached up to 200 feet. Okay, so it's only one or two lines are given in this textbook, but we need more information, so that I have collected a little bit information regarding this kapok tree, and that I will explain in front of you. So just please listen, that you won't be able to find out that in the textbook. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. So please listen, look at the picture here and listen my voice. Okay. So this kapok tree, it reached up to 200 feet. അല്ലേ? 200 feet എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരാൾ തന്നെ എത്ര കാണുള്ളൂ? അപ് ടു 6 feet, മാക്സിമം 7 feet അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ ഇതെന്നതാ, എത്ര അടിയുണ്ട്, എത്ര പൊക്കമുണ്ടെന്നാണ് പറയുന്നത്? 200 feet. ജസ്റ്റ് ഗസ്, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ, എത്രത്തോളം കാണും 200 feet എന്ന് പറയുമ്പോഴത്തേനും? ഇറ്റ്സ് ടു ബിഗ്, isn't it? Okay, then what? It's growing as much as 13 feet per year. ഓരോ വർഷത്തിലും, ഒരു വർഷം തന്നെ ഒരു 13 feet എങ്കിലും അങ്ങ് പൊക്കം വെക്കും അതിന് അല്ലേ? നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ എത്ര ഫീറ്റ് പൊക്കം വെക്കും? ഫീറ്റൊന്നും പൊക്കം വെക്കില്ല, 3 inch അല്ലേ? കുറച്ച്, അത് ഒരു ലിമിറ്റഡ് ടൈം വരെ, ഓൺലി അപ് ടു എ ലിമിറ്റഡ് ടൈം. സോ വി വിൽ ഇൻക്രീസ് അവർ ഹൈറ്റ്. ബട്ട് ഹിയർ ദിസ് ട്രീ പെർ ഇയർ ഇറ്റ് ഇൻക്രീസസ് അപ് ടു 13 feet. 13 അടിയാണിത് ഉയരത്തിലേക്ക് പോകുന്നത് ഓരോ വർഷവും. ആൻഡ് ഇറ്റ്സ് ഗ്രോ ലൈക്ക് എ ടവർ ഓവർ അതർ വെജിറ്റേഷൻ. എന്നിട്ടോ ഇത് കാണുമ്പോഴേ അറിയാം, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടവർ. ഭയങ്കര ഉയരത്തിലുള്ള ഒരു ടവർ പോലെ തോന്നും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി ഉയരത്തിൽ നിന്നിട്ട് ഇത് വലിയൊരു ടവർ പോലെ മറ്റ് മരങ്ങളുടെ അതിൻ്റെയൊക്കെ മുകളിലേക്കായിട്ട് ഇതിങ്ങനെ നിൽക്കും വലിയ പൊക്കത്തിൽ. ദെൻ വാട്ട്? ഇറ്റ് ഹാസ് അനദർ നെയിം, സേബ. ഇറ്റ് ഹാസ് അനദർ നെയിം, സേബ. ഓക്കെ. And diameter of the trunk 9 or 10 feet. And do you know what is diameter? Diameter, radius, everything you are learning in the circle chapter in maths, isn't it? In maths you are learning all these diameter, circles, then radius, circumference, everything you are learning in maths. So what do you mean by diameter?
ഡയമീറ്റർ എന്നാൽ നമുക്കറിയാം അല്ലേ, ഇപ്പം ഇങ്ങനെയുള്ളൊരു സാധനത്തിൻ്റെ ഇങ്ങനത്തെ ഉള്ള ചുറ്റളവ്, അതാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു മരത്തിൻ്റെ വണ്ണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു മരത്തിൻ്റെ ഡയമീറ്റർ ഹൗ ഇറ്റ് വിൽ ബി, ദാറ്റ് ഓൾസോ 9 to 10 feet. 9 to 10 feet, അതിൻ്റെ ആ ഒരു വീതി തന്നെ കുറേ ഉണ്ടാവും അല്ലേ, ഇത്ര ഉണ്ടാവും, 9 to 10 feet, too big, it is too big അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ മരത്തിൻ്റെ പുറകിലൊക്കെ ഒളിച്ചിരിക്കും അല്ലേ, ഒരു മരത്തിൻ്റെ പുറകിൽ ഒരാൾ കഷ്ടിച്ചൊക്കെ നമ്മൾ ഒളിച്ചിരിക്കുക. പക്ഷേ ഈ കപ്പോക്ക് ട്രീയുടെ പുറകിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഒളിച്ചിരിക്കുക അല്ലേ, ഒരുപാട് പേർക്ക് ഒളിച്ചിരിക്കുക. സോ ഇറ്റ്സ് ടു ബിഗ്, its height is up to 200 and its width is up to 9 to 10 feet. Okay, then what? Number of species lives in the nook and grooves of the tree. That we can guess, isn't it? നമുക്ക് അത് ഇമാജിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്തെന്നാണ് ഈ ഒരു ഇത്രയും വലിയൊരു ട്രീ, ഓഫ് കോഴ്സ് വി ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് സ്പീഷ്യസ് ലിവിങ് ഓൺ ദ ട്രീ. ആ ഒരു ട്രീയുടെ അവിടെ ഇവിടെ മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആനിമൽസും ബേർഡ്സും അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ടാവും അല്ലേ. Then what? White and pink flowers emit a foul odor that attracts bats. അതുപോലെ തന്നെ ഈ കപ്പോക്ക് ട്രീ ഉണ്ടല്ലോ, ദിസ് കപ്പോക്ക് ട്രീ ഇത്ര വലിയ ട്രീ ആണ്, and it produces flowers. It produces flowers, mashallah. And which color? White and pink flowers. Which color flowers? White and pink flowers. White and pink flowers it produce. What? This kapok tree produce white and pink flowers, and it's emit a foul odor. Odor means what? Smell. Odor means smell. Okay, foul odor means not good. Okay, so foul odor that attracts bats, but that smell of the flower attracts bats. ബാറ്റുകൾ ഉണ്ടല്ലോ നമ്മുടെ വവ്വാലുകൾ, അതിനെയൊക്കെ ഈ പൂക്കളുടെ മണം ആകർഷിക്കാറുണ്ട്. And what? And this tree produce between 500 and 4,000 fruits at one time. അല്ലേ, ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്, വൈറ്റും പിങ്കും ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടാകുന്നുണ്ട്, ആ ഫ്ലവേഴ്സിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാകാറുണ്ട്. അറ്റ് എ ടൈം 500 to 4,000. 500 to 4,000 അത്ര ഫ്രൂട്ട്സ് ആണ് ഇതിലുണ്ടാകുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് 200 സീഡ്സ് അല്ലേ. ഒരു ഫ്രൂട്ടിൽ എത്ര സീഡ്സ് കാണും? 200. ജസ്റ്റ് ഇമാജിൻ, unbelievable, isn't it? Yeah. Then what? This fruit, if we throw this fruit on the water, it won't sink. അത് മുങ്ങിപ്പോവില്ല. വെള്ളത്തിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകില്ല. ആൻഡ് ദിസ് വുഡ്, ഈ വുഡ് ഉണ്ടല്ലോ കപ്പോക്ക് ട്രീയുടെ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആണ് മാൻകൈൻഡിന്, ഹ്യൂമൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. വുഡ് ഇസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് പോറസ്. അതിന് അധികം വെയിറ്റ് ഒന്നുമില്ല. ആ വുഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈറ്റ് വെയ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഗുഡ് ഫോർ മേക്കിംഗ് കാർവിങ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു വുഡ് വെച്ചിട്ട് വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് തിങ്സ്. വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് തിങ്സ്, കാർവിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. Then what? Coffins and dugout canoes. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. Then soaps can be made from the oils in the seeds. And see, we know that this fruit contain much seeds. So from the seed we can produce oil also. And from that oil we can make soap. Okay, so from the oil we can make soap. And this oil is coming from the seed. Seed is coming from the fruit. And this fruit is coming from, of course, from kapok tree. Other parts of the giant tree are used as medicine, and it has so many parts. This tree has so many parts, and the other parts of this tree is used as medicine. Okay, so finished this kapok tree, that is finished. Now we can go for water lily. What is it? Water lily. Now we can see water lily. Do you like water lilies? നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ വാട്ടർ ലിലീസ്? നല്ല ഭംഗിയാണല്ലേ, ആമ്പൽപ്പൂക്കളെ കാണാൻ നല്ല രസമല്ലേ. ഹിയർ ഓൾസോ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് വാട്ടർ ലിലീസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡാർക്ക് പർപ്പിൾ, ഡാർക്ക് മെജന്ത, ഡാർക്ക് ദാറ്റ് വൈറ്റ് കളർ, then purple, magenta, white, yellow, different colors we can see. And I was also very fond of water lily, and still I am fond of water lilies. During my childhood I used to go near the pond and I used to pluck the water lilies and lotus from the water. It was really amazing experience that I had during my childhood days, and now you can also have the same experience if anybody goes near the pond, isn't it? Okay, now comes here Amazon water lilies. Here this Amazon water lilies, it's not just like the water lilies that we can find here.
നമ്മൾ ഇവിടങ്ങളിൽ കാണപ്പെടുന്ന മാതിരിയിട്ടുള്ള അത്രയും ചെറുത് അങ്ങനെയൊന്നും അല്ല. ആമസോൺ എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒക്കെ ഭയങ്കര വലിയ സംഭവങ്ങളാണ്. ആമസോണിലുള്ളതെല്ലാം ഭയങ്കര വലുപ്പം നിറഞ്ഞതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാട്ടർ ലില്ലീസ് ഉണ്ടല്ലോ, അതിൻ്റെ ലീവ്സും എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ഒത്തിരി വലുതാണ് വാട്ടർ ലില്ലീസിൻ്റെ ലീവ്സ് അവിടെ ഉള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. This is the water lily of the Amazon. It has very large leaves that lie flat on the water. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ലീവ്സ് ഉണ്ട്. ഈ വലിയ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ മേലെ നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ സെയ്ദ് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. The kapok tree sometimes grows up to 200 feet. Also water lilies with leaves as wide as 3 meters have been spotted by explorers. അപ്പോൾ എന്തെന്നാ, ഈ യാത്ര പോകുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെ ഓരോരോ അത്ഭുതങ്ങൾ തേടി പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ എക്സ്പ്ലോറേഴ്സ് എന്ന് പറയുന്നത്. അവർ തന്നെ എന്ത് കണ്ടിട്ടുണ്ട്? വാട്ടർ ലില്ലീസ് വിത്ത് ലീവ്സ് ആസ് വൈഡ് ആസ് 3 meters, 3 മീറ്റർ നീളം. നമുക്കറിയാം 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ് ഒരു സ്കെയിൽ. അപ്പോൾ ഒരു 3 മീറ്റർ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്രയും വീതിയുണ്ട് ഇലയ്ക്ക്, ഇത്രയും വീതിയുണ്ട് ഒരു വാട്ടർ ലില്ലിയുടെ ഇലയ്ക്ക്. അത്രയ്ക്ക് വീതിയുള്ള ഇല വരെ എക്സ്പ്ലോറേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. Sometimes the lakes in the rainforest are covered by water lilies with not a spot of water visible. കണ്ടോ, ഇത് തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സാധിക്കും അല്ലേ. ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ്, ഈ റെയിൻ ഫോറസ്റ്റിലുള്ള ഈ മഴക്കാടിലുള്ള ആമസോൺ മഴക്കാടുകളിലെ ലേക്സിലൊക്കെ വാട്ടർ ലില്ലീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാരണം വെള്ളം പോലും കാണാൻ പറ്റുകയില്ല. അത്രയ്ക്ക് ഇങ്ങനെ കവേർഡായിട്ടാണ് നിൽക്കുക, ആ ഒരു ഇലകളും എല്ലാമൊക്കെ ആയിട്ട് അല്ലേ. നമുക്ക് അതിലും ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയും കാണാൻ സാധിക്കും അല്ലേ. എത്ര വലിയ വാട്ടർ ലില്ലീസ് ആണ് ഇവിടെ ഉള്ളതെന്ന്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ലില്ലീസിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി പഠിക്കണ്ടേ. വാട്ടർ ലില്ലി waters in the Amazon fluctuate as much as 45 feet in years of heavy rainfall. Some plants have evolved adaptations to both situations. നമുക്കറിയാം ഈ ആമസോണിലുണ്ടല്ലോ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരുപാട് പൊങ്ങും. എപ്പോഴായിരിക്കും? ഡ്യൂറിങ് റെയിനി സീസൺ. അപ്പോൾ ആ റെയിൻ വരുന്ന സമയത്തെല്ലാം, റെയിനി സീസൺ എന്ന് പറയാണ്ട് അവിടെ എപ്പോഴും മഴ തന്നെയാണ് അല്ലേ. ആ മഴയുള്ള സമയത്തെല്ലാം തന്നെ ഈ വെള്ളം, മഴ പെയ്ത് വെള്ളം, ദാറ്റ് ലെവൽ ഓഫ് വാട്ടർ വിൽ റൈസ് അപ്പ്, ഇസ്ന്റ് ഇറ്റ്. ആ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരില്ലേ. മുകളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തിന് അപ്പോൾ നമ്മൾ ചോദിക്കും, അതിനകത്തുള്ള പ്ലാന്റ്സും എല്ലാമൊക്കെ ലിവിങ് ബീങ്സൊക്കെ എന്നാ ചെയ്യും? അതെല്ലാം മുങ്ങിപ്പോവില്ലേ, ഫ്ലഡ് ആകില്ലേ എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാം ഓരോ നിങ്ങൾ അഡാപ്റ്റേഷനൊക്കെ കുറിച്ചിട്ടൊക്കെ യു ഹാവ് ഹേർഡ് അബൌട്ട് ഇൻ സയൻസ് ആൻഡ് യു ഹാവ് ലേൺഡ് ഓൾസോ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആനിമൽസും ലിവിങ് ബീങ്സും ബേർഡ്സ് എന്താണെങ്കിലും ശരി, അവർ താമസിക്കുന്ന ചുറ്റുപാടുമുള്ള സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന തരത്തിലായിരിക്കും ദേ ഹാവ് ക്രിയേറ്റഡ് ബൈ ദ ഓൾമൈറ്റി അല്ലേ. റബ്ബ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പം ചൂടാണെങ്കിൽ ചൂടിനനുസരിച്ചിട്ട് അവരുടെ ബോഡി ഓക്കെ ആകും, തണുപ്പാണെങ്കിൽ തണുപ്പിനനുസരിച്ച്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, സോ ദ ലിവിങ് ബീങ്സ് ഇൻ ദിസ് ഏരിയ ഈസ് ഓൾസോ അഡാപ്റ്റഡ് ടു ദാറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് അവരും അവിടെ ജീവിച്ചു പോകുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഈ വാട്ടർ, ആമസോണിലുള്ള വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 45 ഫീറ്റൊക്കെ അങ്ങ് പൊങ്ങും, അത്ര ഫീറ്റൊക്കെ പൊങ്ങും ഹെവി റെയിൻഫോൾ ഒക്കെ വരുമ്പോഴത്തേനും. അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വെൻ ഇറ്റ് ബിക്കംസ് ഡ്രൈ ഓൾസോ ഇറ്റ് ബിക്കം ഡൗൺ. അപ്പോഴേ അത് നന്നായിട്ട് അങ്ങ് ഉണങ്ങുകയും ചെയ്യും. Some plants have evolved adaptations to both situations. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ ലില്ലി ഇല്ലേ, അതിന് വേറൊരു പേരുണ്ട് അല്ലേ. ആമസോൺ വാട്ടർ ലില്ലിക്ക് ഒരു പേരുണ്ട്, വിക്ടോറിയ ആമസോണിക്ക. വാട്ട്സ് ദ സയന്റിഫിക് നെയിം? വിക്ടോറിയ ആമസോണിക്ക. ആൻഡ് ഇറ്റ്സ് അഡ്ജസ്റ്റഡ് ഇറ്റ്സ് ആനുവൽ ലൈഫ് സൈക്കിൾ ടു ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ റിവർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, സീഡിൽ തുടങ്ങി അല്ലേ. സീഡിൽ നിന്ന് ലീവ്സ് വന്ന് പിന്നെ അതങ്ങനെ വളർന്ന് ഇതായി, പിന്നീട് അതിനകത്തുനിന്ന് ഫ്ലവർ വന്നു, അങ്ങനെ അല്ലേ. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഓരോ ക്ലൈമറ്റ്, ആ ഒരു വാട്ടറിൻ്റെ ഫോൾ അനുസരിച്ചിട്ടും ഡൗൺ അനുസരിച്ചിട്ടും അതിൻ്റെ ആ ഒരു അപ്പ് ആൻഡ് ലെവൽ അനുസരിച്ചിട്ട് ദാറ്റ് ലൈഫ് സൈക്കിൾ ഓൾസോ ഗോയിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. So by growing new leaves from seeds, flowering at high water, fruiting as water recedes and surviving low water level as seeds അല്ലേ. അപ്പോൾ നല്ല വെള്ളം ഉള്ളപ്പോൾ ഇത് നന്നായിട്ട് നല്ല പൊക്കത്തിൽ അങ്ങ് പൂ പിടിക്കും, നല്ല പൊക്കത്തിൽ പൂവും കായും ഒക്കെ വന്നിട്ട് പിന്നെ അവസാനം സീഡായിട്ട് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, വെള്ളം എല്ലാം അങ്ങ് താന്ന് പോകുമ്പോഴത്തേനും അതിൻ്റെ സീഡിൻ്റെ രൂപത്തിൽ അത് പിന്നെ അവസാനം എവിടെ കിടക്കും? അണ്ടർ ഗ്രൗണ്ടിൽ ആ സീഡായിട്ട് കിടക്കും. അതാണ് നമുക്ക് വാട്ടർ ലില്ലിയെ കുറിച്ചിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, then what? Suleiman, so how will you get there and what are you going to do there? അപ്പോൾ സുലൈമാൻ ചോദിച്ചു, ഓക്കെ അപ്പോൾ ഇനി നീ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോകുക, എങ്ങനെ അവിടെ എത്തിച്ചേരും? Zaid, well, we'll be flying to Lima, the capital of Peru, this Monday, and by this time next week we'll be traversing the rainforest in the Amazon basin. Okay, traversing means traveling through. So what has happened? Okay, so Zaid was explaining how they have fixed the things to go to the Amazon. So we will be flying to Lima.
Okay, they will be flying to Lima. And what is Lima? It is the capital of Peru. It is the capital of Peru. ഇവര് മണ്ടയില് പെറുവിന്റെ ക്യാപിറ്റൽ ലിമയിലേക്ക് പറക്കും. Okay, they will take a flight. Then and by this time next week, ഈ ഒരു സമയത്തോടു കൂടി അടുത്ത ആഴ്ച ഞങ്ങൾ എവിടെയായിരിക്കും? ഞങ്ങൾ ആമസോൺ ബേസിലെ റെയിൻ ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്യുകയായിരിക്കും അല്ലേ സുലൈമാൻ? Also, what about food? What have you planned? Okay, അതൊക്കെ ശരി പോകുന്നു. What about your food? What have you planned? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഫുഡിനെ കുറിച്ചിട്ടൊക്കെ? We are carrying limited foods. Besides, there are over 3,000 varieties of fruits that grow in the rainforest. Though only 200 of them are edible. Well, there will be difficulties, but that is what all the fun is about, Sulaiman. ഓക്കെ, അപ്പോൾ സുലൈമാൻ എന്താ ഒരുപാട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം ഇവർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദേ ആർ ക്യാരിങ് ലിമിറ്റഡ് ഫുഡ്സ്. ദേ ക്യാൻ ക്യാരി ഫുഡ്സ് ബട്ട് ദാറ്റ് ഓൺലി അപ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. ഒരു പ്രത്യേക ലിമിറ്റ് വരെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ there are over 3,000 varieties of fruits that grow in the rainforest. റെയിൻ ഫോറസ്റ്റിൽ ഒരുപാട് ട്രീസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. 3,000 വെറൈറ്റീസ്, 3000 ടൈപ്പ് 3,000 വെറൈറ്റീസിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ബട്ട് among them 200 ആർ എഡിബിൾ. അതിൽ തന്നെ 200 വെറൈറ്റീസ് മാത്രമൊക്കെ എഡിബിൾ ആയിട്ടുള്ളൂ, കഴിക്കാൻ പറ്റുന്നതുള്ളൂ. വെൽ ദർ വിൽ ബി ഡിഫിക്കൽട്ടീസ്. നമുക്കറിയാം ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ VIP ഒക്കെ താമസിക്കുന്നുണ്ടല്ലേ. എന്താണ് VIP? ഇങ്ങനത്തെ VIP ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നത്. പിന്നെ എന്താണ്, ബട്ട് ദാറ്റ്സ് വാട്ട് ഓൾ ദ ഫൺ ഈസ് അബൌട്ട് സുലൈമാൻ. ആ ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്യുന്നതാണ് റിയലി ഫൺ ആയിട്ട് ആര് കരുതുന്നത്? സെയ്ദ്. സുലൈമാൻ, ആർ യു ടേക്കിംഗ് യുവർ ക്യാമറ? Take pictures of the animals and birds in the rainforest. I'm sure there would be quite a few of them. അപ്പോൾ സുലൈമാൻ പറഞ്ഞു, ഓക്കെ, ഇറ്റ്സ് ബെറ്റർ യു ടേക്ക് വൺ ക്യാമറ ഓൾസോ. യു ക്യാരി വൺ ക്യാമറ വിത്ത് യു സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് animals and birds there and so you can take the pictures, isn't it? Yeah, if you go any particular place, we would like to take a camera with us. Now all of us are taking mobile and we are catching the photos, isn't it? So just like that, the Sulaiman was insisting the Zaid to take a camera with him so that he can take the pictures of birds and animals from the Amazon. The Amazon is home to the largest number of animal and bird species, Sulaiman. Look at this picture brochure. It lists some of the unique species found in the Amazon. You could use it for your quiz club. Sulaiman, wow, these pictures are spectacular. അല്ലേ? അപ്പോൾ എന്തെന്നാണ് അവിടെ പറയുന്നത്? അപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനിമൽസിൻ്റെയും ബേർഡ് സ്പീഷീസിൻ്റെയൊക്കെ ഉറവിടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെന്നാണ് സുലൈമാൻ പറയുന്നത്? ഈ ബ്രോഷർ നോക്കൂ, ഇതിൽ എന്തുണ്ട്? ഇതിൽ സം ഓഫ് ദ യുണീക് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആമസോൺ. ആമസോണിലുള്ള ഒരു പ്രത്യേകതരം സ്പീഷീസുകളെയൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ ബ്രോഷർ ഒന്ന് നോക്കിക്കേ. യു കുഡ് യൂസ് ഇറ്റ് ഫോർ ക്വിസ് ക്ലബ്ബ്. നിനക്കിത് നോക്കി ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ക്വിസ് ക്ലബിലേക്ക് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ അങ്ങനെ അത് നോക്കി, ആ പിക്ചർ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? വൗ, ദിസ് പിക്ചേഴ്സ് ആർ സ്പെക്ടക്കുലർ. What do you mean by spectacular? Super, outstanding അല്ലേ? ഇത് ഭയങ്കര സ്പെക്ടക്കുലർ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് ആ പിക്ചേഴ്സ്? ആ പിക്ചേഴ്സിൽ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഏതൊക്കെ ബേർഡ്സ് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു? ദാറ്റ് വി ക്യാൻ സീ ഇൻഷാല്ലാ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ യു പ്ലീസ് ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.